ഗൈസ് നോക്കിയാണേ നമ്മൾ ഇറങ്ങി പോകേണ്ട റൂട്ടാണ് അത്. ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ അതിലൂടെ അങ്ങനെ അങ്ങോട്ട് എത്തണം. എൻ്റെ മോനെ വിഷയം കടക്കം. ഹലോ മിഗോസ് കൊമേസ്താൻ. അങ്ങനെ ഗൈസ് നമ്മൾ നാക്കോ വില്ലേജിൽ നിന്ന് നമ്മൾ പോവുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് 28 കിലോമീറ്റർ അപ്പുറത്തുള്ള കഷ്കർ എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് ഗൈസ്. ഇതാ കഴുതൊക്കെ ഇതാ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുന്നു. എൻ്റെ ഇതാണ് പോകുന്ന വഴിക്കുള്ള വ്യൂ. നമ്മൾ ഏകദേശം 14,000 ഫീറ്റ് ഉയരത്തിലാണുള്ളത്. അതുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ കിതക്കുന്നുണ്ട് ഇപ്പോൾ. ഇനി അങ്ങോട്ട് 17,000 ഫീറ്റ് വരെ നമുക്ക് കയറാനുള്ളതാണ്. യെസ്, കുഴപ്പമില്ലാത്ത വെയിലുമുണ്ട് തണുപ്പുമുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ. ഗൈസ് അവിടെ എന്താ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ട് നിൽക്കണേ. ഈ ഒരു പ്രദേശത്ത് ഒരു മാത്രം വേറെ ആരും കാണാനൊന്നുമില്ല. കമൻഡറൊക്കെ ഉണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് അത്രയും കാണണ്ടെന്ന് അറിയില്ല. കണ്ടാ കമൻട്രി ഒക്കെ ഉണ്ട്. സീനല്ലേ ക്രിക്കറ്റ് കളി കളിച്ചിട്ട് സ്ഥലം നോക്കിയാണ് മക്കളെ. ഇതണ്ടാ ഇത്രയും മലൻ്റെ ഇടയിലൊക്കെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. അജാതി വൈബ്. അയ്യോ ഇങ്ങനെ ഗൈസ് നമ്മളിതാ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നല്ല വിജനമായ പ്രദേശമാണ്. അങ്ങനെ ആൾക്കാരും ഒക്കെ വളരെ കുറവാണ് ഇവിടെ. കുറേ ടൂറിസ്റ്റുകൾ ഇങ്ങനെ പോകും. ബൈക്ക് റൈഡേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ നടക്കുന്നവർ. ഗൈസ് BR എഴുതി വെച്ച് നോക്കി. ഡാർലിംഗ് ഐ ലൈക്ക് യു ബട്ട് നോട്ട് സോ ഫാസ്റ്റ്. അപകടം കുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വരുമെന്നൊക്കെ പല സ്ഥലത്ത് എഴുതി വെച്ചിരിക്കണം. കാരണം നല്ലൊരു റോഡാണ്, കുട്ടിലെ റോഡാണ്, നല്ല റൂട്ടാണ്. ആരെങ്കിലും പറപ്പിച്ച് വരും. അങ്ങനെ നല്ല കുറേ അപകടം ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് എഴുതിച്ചാണ്. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കണത് 12,500 ഫീറ്റ് ഉയരത്തിലാണ്. സംസാരിക്കാൻ കഴിയില്ല. ഇവിടെ ഏകദേശം 60% ഓക്സിജൻ ഉള്ളൂ. ഓക്കെ, നമ്മളവിടെ ഒരു ആർമി ഓഫീസർമാരെ കണ്ട്. അപ്പോൾ നിന്നിട്ട് പറയാം, ആർമി ഓഫീസർമാരെ കണ്ട്. അപ്പോൾ നമ്മളെ തമിഴ്നാട്ടിൽ നിന്നൊരു സാറുണ്ടേനാ, കാർത്തിക് സാർ എന്ന് പറഞ്ഞിട്ട്. മൂപ്പരായിട്ട് കുറേ സംസാരിച്ച് മൂപ്പരെ നമ്പറൊക്കെ തന്ന് നല്ലൊരു മനുഷ്യൻ. എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കുറച്ച് അവിടെ ഇരുന്ന് വെള്ളം കുടിച്ചൊക്കെ ചെയ്തു. ഓ കുറച്ച് പാടാണിത്. 12,000 ഫീറ്റ് 12,500 ഫീറ്റ് ഉയരത്തിരുന്നിട്ട് ഈ ബാഗൊന്നും തൂക്കി പിടിച്ച് പോകുമ്പോൾ ഇവിടുന്ന് ഓടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേ. ഓടിയപ്പോൾ ഹാർട്ട് പ്രശ്നമാവും. ആൻഡ് ഗൈസ് ഇവിടെ കണ്ട വെള്ളച്ചാട്ടം. മൂപ്പരായിട്ട് സംസാരിച്ചപ്പോഴാണ് ആർമി ലൈഫ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ കുറച്ചുകൂടി അറിയാൻ പറ്റിയത്. നമുക്കറിയാം ആർമി ലൈഫ് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമാണ് അവരുത്. കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ പറയണത് കുറച്ച് മാസങ്ങൾ മാത്രമേ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് കിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ഫുൾ ഐസായിരിക്കും. ഐസിൽ എന്നൊക്കെ പറഞ്ഞാൽ -35 വരെ പോകുമെന്നൊക്കെ പറഞ്ഞു. -35 പറഞ്ഞാൽ അമ്മാതിരി ഐസ്, ഫുൾ ഐസ് കയറാം. ആൻഡ് പുതിയൊരു അറിവ് കിട്ടിയെന്ന് വെച്ചാൽ ഈ ഐസ് സ്നോയില് ഇൻഫെക്ഷൻ ഉണ്ടല്ലോ. എന്നുവെച്ചാൽ ആ ഇൻഫെക്ഷൻ നമ്മളെ കയ്യിലൊക്കെ കയറി നമ്മൾ എപ്പോഴും ഹൈജീനിക്കായി നിൽക്കണം എന്ന് പറഞ്ഞു. ഒരു ദിവസം 3 സോക്സ് ഒക്കെ ഇടും. എന്നിട്ട് അന്ന് ദിവസം അത് തിരുമ്പ് വേണം. 3 സോക്സ് ഒക്കെ ഇട്ട് നടന്നില്ലെങ്കിൽ കാലൊക്കെ മരവിക്കും. കയ്യുമൊക്കെ ഗ്ലൗസ് നല്ല ഇടണം. അതിനൊക്കെ വിഷയമുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഈ ഇൻഫെക്ഷൻ കയറി കഴിഞ്ഞാൽ നഖത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ വിരൽ കട്ട് ചെയ്യേണ്ടി വരും. കാലും കൂടെ കയറി കഴിഞ്ഞാൽ കാല് കട്ട് ചെയ്യേണ്ടി വരും. അതൊന്നും നമ്മൾ കയറേണ്ടത് നമ്മളറിയില്ല. പിന്നെ ഡോക്ടറിനെ നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഡോക്ടറിനെ കാണിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരുന്നതൊക്കെ നമ്മൾ അറിയുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത്. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, കയ്യും കാലും കട്ട് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. കുറേ ആൾക്കാർ അങ്ങനെ കട്ട് ചെയ്തിരിക്കണം, വിരലൊക്കെ കട്ട് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. അത്രക്കും ഇവർക്കിത് ചെയ്യാതെ പറ്റില്ലല്ലോ. ഇവർ രാജ്യത്തിനെ ആക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇവർക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. ഇവർ അത്രയും വലിയ മഞ്ഞുമലേൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കല് ഭയങ്കര കഷ്ടപ്പാടാണ് അല്ലേ. സമ്മതിക്കണവരൊക്കെ ഇങ്ങനെ എന്താ പറയുക, എത്ര സല്യൂട്ട് അടിച്ചാലും മതിയാവില്ല. അങ്ങനത്തെ ഒരു ലൈഫാണ്. അതുപോലെ പെരക്കാരെ വിട്ട് നിൽക്കണം, കുടുംബക്കാരെ വിട്ട് നിൽക്കണം, പാർട്ട്ണറിനെ വിട്ട് നിൽക്കണം. അങ്ങനെ എല്ലാവരും വിട്ട് നിന്നിട്ട്
ഇവിടെ നിൽക്കണം. വല്ലാത്തൊരു കഷ്ടപ്പാടാണ്. നമുക്കറിയാം കഷ്ടപ്പാടാണെന്നുള്ളത്. പക്ഷേ സംസാരിച്ചപ്പോൾ നമുക്ക് കൂടുതൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റിയത്. യെസ് ഗൈസ്, ഇവിടെ ഇതാ ഇങ്ങനെ വെള്ളച്ചാട്ടം എന്താ ഇങ്ങനെ ഇങ്ങോട്ട് ഒഴുകി പോകുന്നു. അങ്ങനെ അവിടെ ഇതാ മലനിരകൾ, ഏറ്റവും ബാക്കിലും മഞ്ഞുമലകൾ. യെസ് ഗൈസ്, അവിടെ ലാൻഡ് സ്ലൈഡ് നടന്നിങ്ങനെ. അപ്പോൾ അവിടെ റോഡൊക്കെ ബ്ലോക്കായി നിൽക്കുകയാണ്. അവിടെ ആർമി ക്യാമ്പുണ്ട്. അപ്പോൾ അതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ എടുത്തില്ല. കുറേ വേറെയും ഓഫീസർമാരൊക്കെ ഉണ്ട്. പക്ഷേ അവരൊന്നും എടുക്കരുത്. നമ്മളൊക്കെ യൂണിഫോമിലായതുകൊണ്ട് എടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് വീഡിയോ ചെയ്യാത്തത്. അയ്യോ. ഓക്കെ, ഇവിടുത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വള്ളത്തിൽ ചവിട്ടാതെ എങ്ങനെയൊക്കെ കടന്നു പോകണം. കാരണം ഈ ചവിട്ടി കഴിഞ്ഞാൽ ഷൂ ഒക്കെ നനയും. ചവിട്ടാതെ എങ്ങനെ ഇപ്പോൾ നടന്നു പോകാമെന്ന് ആലോചിച്ചാണ്. പണിയാണിത്. അവിടെയൊക്കെ നല്ലോണം ഒലിക്കുന്നുണ്ട്. അതിൽക്കൂടെ എങ്ങനെ ആറ്റാ നോക്കാം. കടന്നു അത് ചെറുങ്ങനായിട്ടുള്ളൂ. ഉള്ളു കയറ്റിയാ. ഓ, എങ്ങനെയൊക്കെ കടന്ന് ആ ലോറിക്കാരാക്കി തരാമായിരുന്നു. അതിന് തട്ടാതെ എന്താ ഇതാക്കണോ? ആൾക്കാർ നിർത്തിച്ച് വയ്ക്കുന്നു. കൈയൊക്കെ കൊടുത്തു. പോകുന്നു. ഭക്ഷണം വെള്ളം എന്തെങ്കിലും വേണമെന്നാ ചോദിക്കണത്. ഗൈസ്, നമ്മൾ നടക്കണ റൂട്ട് നോക്കി. എടാ ഇതെന്താണത്? നമ്മൾ നടന്ന് വഴി തെറ്റി ചന്ദ്രനിലെത്തിയ പോലെ ഉണ്ട്. ഇപ്പോൾ നോക്കിയാണിത് ഫുള്ളും മലനിരകൾ, നല്ല മരുഭൂമി പോലത്തെ മലനിരകൾ. കറക്റ്റ് ചന്ദ്രനിലൂടെ എത്തിയ പോലെ വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ നടക്കണേ. എൻ്റെ മോനെ വിഷയം. എടാ എൻ്റെ സ്വപ്നത്തെ പോലെ ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് ഞാൻ എത്തും എന്നുള്ളത്. ഇപ്പം ഞാൻ നിൽക്കണത് ഇന്ത്യൻ്റെ ഏതോ ഒരു മൂലക്കിൽ, ഒരു കേരളം, ഇന്ത്യൻ്റെ അടിയിലുള്ള ഒരു കേരളത്തിൽ നിന്ന് വന്നതാണ്. ഇപ്പം നിൽക്കുന്നത് ഇന്ത്യൻ്റെ ഏറ്റവും മേൽഭാഗത്തുള്ള ഒരു മൂലക്കിൽ, ഹിമാചലിലെ ഒരു മൂലക്കിൽ. യാ റബ്ബേ, എൻ്റെ മോനെ ഇവിടുത്തെ വ്യൂ നോക്കിയാണീ വേണ്ടാ. അയ്യോ, ശരിക്കും ആരോ മറ്റേ ചന്ദ്രനിൽ റോഡ് ഉണ്ടാക്കി വെച്ച പോലെ ശരിക്കും അതിൽക്കൂടെ ഇടയ്ക്ക് ഇതേപോലത്തെ വണ്ടികൾ ഇങ്ങനെ പോവും. ബൈക്ക് റൈഡേഴ്സും പിന്നെ കുറച്ച് കാറുകളൊക്കെ ഇങ്ങനെ പോകും എന്നല്ലാത്ത. പിന്നെ ഉള്ള സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാവും ഒറ്റക്കാണ്. നോക്കിയാണിത്. അയ്യോ, എനിക്കിതൊക്കെ എങ്ങനെ വിവരിച്ച് തരേണ്ടതെന്ന് അറിയില്ല. വർത്താനം പറയുമ്പോൾ തന്നെ കുഴങ്ങണമുണ്ട്. അതാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ. ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കണ നോക്കി. എൻ്റെ മോനെ കാറ്റടിച്ചോ, പെരും കാറ്റ്. കണ്ണിന്നൊക്കെ വെള്ളം വരുന്നതാ. അയ്യോ, എന്തോ ഒരു സുഖം എന്നറിയോ? തണുത്ത കാറ്റടിച്ചിട്ട് കണ്ണിന്നൊക്കെ വെള്ളം വരിക. അയ്യോ, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കാൻ എന്തോ ഒരു രസം എന്നറിയോ? അതെന്താ? ഓ, ഞാൻ നിൽക്കണ നോക്കി. എങ്ങനെയാണ് നിൽക്കണത്? കണ്ണിന്ന് വെള്ളം വന്നിട്ടില്ല. അയ്യോ, ഏതാ ഒരു സ്ഥലം അടച്ചോരേ. അടിയിലത് ഇതൊക്കെ നദി കൊയ്ക്കണതാ, ചളിവെള്ളാണേ. ഇവിടുന്ന് എങ്ങനെ വീണ് പോയാൽ നേരെ പോയി ആ വള്ളത്തിക്കാട് വീക്കും. എൻ്റെ മോനെ നോക്കിക്കാണിത്. ഏതാ സ്ഥലം? ഏതാ സ്ഥലം? കാറ്റടിച്ചിട്ട് കണ്ണിന്നൊക്കെ വെള്ളം വന്നിട്ട്. നമ്മളിപ്പോൾ എത്ര കിലോമീറ്റർ നടന്നു വെച്ചാൽ 10 കിലോമീറ്റർ നടന്നിട്ടുള്ളൂ. 1.5 ആയി. ഇനി നമുക്ക് 12 കിലോമീറ്റർ നടക്കാണ്ടാവും. അത് വൈകുന്നേരം ആകുമ്പോഴത്തേന് തീർക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. മുപ്പരാണെങ്കിൽ ഭയങ്കര സ്ലോയിലാണ് വരുന്നത്. സംഭവം രണ്ടാൾക്ക് കാലിന് വയ്യ. ഞാൻ അങ്ങനെ കുറച്ചും കൂടി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, വരുന്നുണ്ടാവും. കുറച്ച് നേരം കാത്തിക്കാം. നമ്മളിതാ ഇവിടെ ബിസ്ക്കറ്റ് വാങ്ങിന് വന്നപ്പോൾ അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 1:30 കഴിഞ്ഞു. ഗൈസ് നോക്കിയാണേ, നമ്മൾ ഇറങ്ങി പോകേണ്ട റൂട്ടാണ് അത്. ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ അതിലാണ് അങ്ങനെ അങ്ങോട്ട് എത്തണം. എൻ്റെ മോനെ വിഷയം. നടക്കാം, നടന്നാലേ അങ്ങോട്ട് എത്തുള്ളൂ. അയ്യോ,
ഭയങ്കര കാറ്റും ഭയങ്കര കാറ്റാണ്. ചിലയിടത്ത് നമ്മളെ ബാലൻസ് തട്ടി പോകണ്ട അങ്ങനത്തെ കാറ്റൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. നമ്മളെ മുമ്പൊക്കെ ഇങ്ങോട്ട് തള്ളും കാറ്റ്, അങ്ങനത്തെ കാറ്റൊക്കെ വരുന്നിപ്പോൾ. എൻ്റെ ചെറുതായിട്ട് വിശക്കണുണ്ട്. പാർലേജ് ബിസ്ക്കറ്റ് കുറച്ചുകൂടി ഉണ്ട്, ഞാൻ കുറച്ച് ഉണ്ട് എന്ന് വെച്ചെടുക്കാം. കാരണം നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഈ വില്ലേജ് എത്താതെ ഇനി നമുക്ക് ഫുഡ് കിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം സഹിച്ചു പിടിച്ചിട്ട് നിൽക്കണൊക്കെ നല്ലത്. ഇപ്പോൾ തന്നെ എല്ലാം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ വഹിച്ചാൽ ഇടങ്ങാറാവും, നല്ല വേറെ ഒന്നും ഉണ്ടാവില്ല. 22 കിലോമീറ്ററാണ് ചെറുക്കൽ അങ്ങനെ എന്തോ ഒരു വില്ലേജിൻ്റെ പേരാണ് അവിടെ എത്താൻ. അത് നമ്മൾ 10 കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 12 കിലോമീറ്റർ അതെ ഫുഡ് പ്രതീക്ഷിക്കണ്ട, കിട്ടുന്നുണ്ടാവില്ല. കാരണം എത്ര റൂട്ട് മുഴുവൻ ഇതേപോലെ വരും, ഇവിടെ കടന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. നടക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ നടന്നു നിൽക്കുമ്പോൾ നമുക്ക് ഒരു കുപ്പി വെള്ളമൊക്കെ തന്നു ഗൈസ്. കാസേ पंजाब पंजाबी ഓക്കെ अभी ले लो अपना ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ വരാണ് വെള്ളം തന്ന് നമുക്ക്. വെള്ളം സംഭവം കഴിഞ്ഞിരിക്കണം. താങ്ക് യു. വെള്ളം കഴിഞ്ഞിരിക്കണം നമ്മളത്. ओके भाई थैंक यू Appreciate, man. थैंक यू. Okay, thank you, brother. Okay. ये वाला? फर्स्ट ये वाला, this one. yeah. Okay. Yeah. Nice. Stay कहाँ पे करोगे आप? Stay at tent. Me and my friend ada sitting Okay, there. for two boys. Yeah. Okay, follow. Yeah, okay. ठीक है ब्रदर Thank you. Okay. Guys, കറക്റ്റ് ടൈമിൽ തന്നെ വെള്ളം കിട്ടിയിട്ടാ. എൻ്റെ ആണെങ്കിൽ ഒരു ബോട്ടിൽ കഴിഞ്ഞൊരു ബോട്ടിൽ കുടിച്ച് 3/4 ഭാഗമായി. ഞാൻ ഇങ്ങനെ കുറച്ച് കുടിച്ചിട്ടുണ്ടാണ്. സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പിന്നെ ദാഹിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇടങ്ങാറാവും. അതുകൊണ്ട് ഒരു ബോട്ടിലൊക്കെ തന്ന് താങ്ക് യു സോ മച്ച് പഞ്ചാബീസ്. ഓക്കെ, ഒരിത് കാണുമെന്ന് അറിയില്ല, എന്നാലും വെറുതെ പറയാം. ഓക്കെ, നടക്കാം. ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ. Okay. All the best. താങ്ക് യു. സഫ്തർ വ്ളോഗ്സ്. What's your name? സഫ്തർ സുറൂർ. Okay. All the best. താങ്ക് യു. Bye, ബൈ बच्चा. ഓക്കെ ബൈ. താങ്ക് യു. ടീം ഒരു കുടുംബശ്രീക്കാരൊക്കെ ടൂർ പോണ പോലെ ഫുൾ കുറച്ച് പ്രായമായിട്ടുള്ള കുറച്ച് ആൾക്കാർ. പക്ഷേ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ തോളിൽ 2 കൈയൊക്കെ തട്ടി കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അത് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നടക്കാനുള്ള ഊർജ്ജം കിട്ടുന്നത്. ഇങ്ങനെ ഒരാൾക്കാർ കണ്ടപ്പോൾ സംസാരിക്കും, ഓൾ ദി ബെസ്റ്റ് എന്ന് പറയും, വെള്ളം വേണമെന്ന് ചോദിക്കും, ഫുഡ് വേണമെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പം നമുക്ക് വീണ്ടും നടക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടും. പിന്നെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെയാണ് പോകുന്നത്. യെസ് ഗൈസ്, വീണ്ടും നമ്മൾ കുറച്ച് അഡ്വഞ്ചർ എടുത്താലോ എന്ന് ആലോചന. ഇവിടെ നിന്ന് ആ റോട്ടിലോട്ട് എത്താൻ ഇങ്ങനെ വളഞ്ഞ് അങ്ങനെ എത്തണം. നേരെ ഇങ്ങനെ പോയാൽ പെട്ടെന്ന് എത്തും. വീണ്ടും തലയും കയ്യും കാലൊക്കെ ഇടിച്ചാൽ മുകളിലോട്ടും പെട്ടെന്ന് എത്തും. അപ്പോൾ എങ്ങോട്ട് ആദ്യം എത്തലെന്ന് അറിയില്ല, റോട്ട് മുക്കാണോ പള്ളിക്കാട്ടിൽ എന്ന് അറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. യെസ്, ഇനി എങ്ങനെ അങ്ങോട്ട് പോവും ഒരു ഐഡിയ കിട്ടണേ ചേട്ടാ. ഇവിടെ ഇറങ്ങിയപ്പോൾ കുറച്ച് പണിയായി പോലെ തോന്നി. പോയേക്കാം. ഗൈസ് നോക്കൂ, ഓക്കെ. അയ്യോ, പോലെ ഹായ്. ഓ, രണം പാട്ടിട്ടുമ്പോൾ മൂടായി. ഹൈസ് നോക്കൂ, അയ്യോ ദായിക്കണോ.
അവിടുത്തെ വരെ എത്തി. ഇവിടുന്ന് അവിടെ അടിയിൽ എത്തണം. അയ്യോ അയ്യോ ഇവിടുന്ന് അടി പോവാണല്ലോ. സുഖമായിട്ട് അടി പോവാ. ഭാഗ്യോ ഇങ്ങോട്ട് കുഴപ്പമില്ല. അടിയെത്തി ജീവനോടെത്തി. അയ്യോ നമ്മളെങ്ങനെ പറയുമോ കവർ ചെയ്തത്? ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും നടക്കാണ്ട് വളഞ്ഞ പോയി. നമ്മൾ നേരെ പോന്നു. നമുക്ക് ഇതിനെ വളഞ്ഞു പോയി നേരാണ് പോരാ. അത്രേ ഉള്ളൂ. അയ്യോ എത്തി നിങ്ങൾ അങ്ങോട്ട് ചാടണം. പൈങ്കിളി ഗൈസ് കുറച്ച് വെള്ളം കുടിക്കാം. ഓ ഇപ്പോഴൊരു സമാധാനം. ഞാൻ അടിക്ക് ചാടണം. ചാടട്ടെ. ഇത്ര വലുപ്പമുള്ളതിൽ നിന്ന് ചാടി അടിക്കെത്തി. സേഫ് സോൺ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ബാഗ് മാറ്റി. എൻ്റെ ബാഗ് മുപ്പരെടുത്തു, ബാഗ് ഞാൻ എടുത്തു. നടക്കാം. കാലൊക്കെ സീനായിക്കണു. ഒരു പൊള്ളം പൊന്തിക്കണം. സുഖമില്ല? അതിനെ സുഖമില്ലെന്ന്. ഞാൻ അങ്ങനെ എടുക്കാം. ഇങ്ങനെ നടന്നു നോക്കാന്ന് വിചാരിച്ചു. എൻ്റെ കാലം മുപ്പരേക്കും, മുപ്പര കാലം ഞാനും വെക്കും. നോക്കാം നമുക്ക്. എൻ്റെ കയ്യിലുള്ള 2 ബോട്ടിൽ വെള്ളം കണ്ടില്ല. തുള്ളി വെള്ളമുള്ളൂ. സമയം 3:30 കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കിട്ടിയില്ല, ഓട്ടം കിട്ടിയില്ല. 6 കിലോമീറ്റർ നടന്നാലും ചെറിയ ടൗണ് കാണുള്ളൂ. ബിസ്ക്കറ്റ് ഒരു എനർജി ബാറും തിന്നു. വെള്ളം കഴിഞ്ഞ് നമ്മളൊരു വണ്ടിക്കാരെടുത്തിട്ട് വെള്ളം വേണമെന്ന് വെച്ച്. 2 കളിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള വെള്ളം തന്നു. 2 ആൾക്കാരാണ് വെള്ളം തന്നത്. ഒന്ന് ഒരു പഞ്ചാബി ടീംസും പിന്നെ ഇപ്പോൾ വരും ഗൈസ്. അതും കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടിയത് വെള്ളം ഈ നമ്മളെ കൈമേൽ. ഇപ്പോൾ 2 ബോട്ടിലായി. ഇനി നമുക്ക് 7 കിലോമീറ്റർ നടന്നാലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കാണുള്ളൂ. പിന്നെ ഒരു 7 കിലോമീറ്റർ നടന്നാലേ നമ്മൾ വിചാരിച്ച വില്ലേജിലേക്ക് എത്തുള്ളൂ. സമയം 4 മണി ആവാനുമായി. അപ്പോൾ എങ്ങനെ അറിയില്ല ഗൈസ്, നമ്മൾ വിചാരിച്ച വില്ലേജിലേക്ക് എത്തുമെന്ന് അറിയില്ല. പോയേക്കാം ഗൈസ്. നമ്മൾ അത്രയും ക്ഷീണിച്ച് ടയേർഡായി. മരുഭൂമിയിൽ വെള്ളം കണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു കട കണ്ടപ്പോൾ കടി കയറി ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ബായ് ഉണ്ട്. ബായ് എടുത്ത് പോയത് ബായ് പറഞ്ഞു പൈസ ഞാൻ കൊടുത്തോളാം പറഞ്ഞു. ബായ് അങ്ങോട്ട് ഉള്ളിൽ പോയതാ. ബായ് പറഞ്ഞു പൈസ ഞാൻ കൊടുത്തോളാം പറഞ്ഞു. ബായ് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാ ബായ്, ഇതാ ബായ് പൈസ തരാം. പേയ്മെൻറ്റ് ബായ് കൊടുത്തോളാം പറഞ്ഞു. അയ്യോ അത്രയും കുഴങ്ങി ഇടങ്ങാറായിരുന്നു. ഇവിടെ ചെറിയ ഇന്റർവ്യൂ ആണ്. മുപ്പര് ഫോണൊക്കെ എടുത്തിട്ട് ഇന്റർവ്യൂ ആണ്. श्रीनगर जाने का। यहाँ से कहाँ? मैं केरला से। श्रीनगर तो समझ गए ना। अभी आप कहाँ जाएंगे? ഇവിടെ ഇന്റർവ്യൂ എടുക്കണം നമ്മളെ. കുറേ നേരം ഫോണൊക്കെ പിടിച്ചിട്ട് ഫോണിങ്ങനെ പിടിച്ചിട്ട് അറിയാം നമ്മളെയാണ് ഫോക്കസ് ചെയ്തോടെ പിടിച്ചിട്ട്. പക്ഷെ ടേബിളൊക്കെയാണ് ടേബിൾ പോലെ ഇങ്ങനെയൊക്കെ ചെറിയാണ് നിൽക്കേണ്ടത്. പക്ഷെ നല്ല ആൾക്കാരാട്ടാ, വളരെ നല്ല ആൾക്കാര്. പൈസ ഒന്നും കൊടുക്കണ്ട പറഞ്ഞു. होटल है या नहीं है? क्यों आप लोगों का है कोई बंदोबस्त है, कोई टेंट वगैरह? 300 बैठने का जुगाड़? ചിക്കൻ തന്നു നമുക്ക്. അതിന് ശേഷം ഇവിടെയുള്ള ഭായിമാര് ചിക്കൻ കഴിച്ചു. ചിക്കൻ കിട്ടി. എന്തോ ഒരു ടേസ്റ്റ് അറിയാം ഗൈസ്. നോക്കിയാണെങ്കിൽ ആപ്പിൾ മരം. നമ്മള് ഇവിടെ ടെന്റ് അടിച്ചോളെന്ന് പറഞ്ഞത് റിവറിലെ വെള്ളം വൃത്തിണ്ടാ നോക്കാമെന്നാണ്. നോക്കാനൊരു കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. മക്കളെ നല്ല കുറേ മനുഷ്യന്മാരെ കിട്ടി. ഇതണ്ട ആപ്പിൾ ഉണ്ടാ. എന്തോ നമുക്ക് മാഗി ഓർഡർ ചെയ്തു, വെള്ളം തന്ന്, ചിക്കൻ പൊരിച്ച് ഓർഡർ ചെയ്ത് ഒക്കെ പൈസ മുപ്പര് കൊടുത്തോളാം പറഞ്ഞു. അവിടെയുള്ള ഒരു ഭായി കൊടുത്തോളാന്ന് പറഞ്ഞു. എൻ്റെ ഇപ്പോൾ നമ്മൾ നദി ഇവല് പറഞ്ഞു ഇവിടെ സ്റ്റേ അടിക്കാൻ കുഴപ്പമൊന്നുമില്ല, ടെൻ്റ് കളിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നദി കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അതിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഫുള്ള്
ചളിവെള്ളമാണ്. എന്നാലും ഒന്ന് പോയി വെക്കാണ്. കാരണം കുളിക്കാനും ബാക്കി സൗകര്യത്തിനും വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇടങ്ങാറാണ്, ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഓ ഗൈസ്, ഓ ഭയങ്കര ചളിവെള്ളമാണിത്. ഇവിടെ നല്ല വെള്ളം കാണുന്നുണ്ട്. വെള്ളം ഉണ്ടല്ലേ, കുഴപ്പമില്ല. ഇവിടെ നല്ല വെള്ളം കാണണ്ടോ? അവിടെ ഫുൾ ചളിവെള്ളമാണ്. ഇറങ്ങണ്ടാണ് ബുദ്ധിമുട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ റിവർ സൈഡിലേക്കൊന്ന് ഇറങ്ങി വെക്കുകയാണ്. വെള്ളം ക്ലീൻ ആണോ അല്ലേ നോക്കാൻ വേണ്ടിയിട്ട്. ആ വെള്ളം കുത്തിയൊലിച്ചിൻ്റെ വെള്ളമാണെങ്കിലും അതിൻ്റെ അടുത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ പാട് നോക്കണം ഗൈസ്. വെള്ളം ഇവിടെ നിന്ന് കണ്ടിട്ട് പക്ക ക്ലിയർ അല്ല, ചെറിയൊരു ക്ലിയർ ആണ്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ഇതുണ്ട്. പക്ഷേ വെള്ളത്തിൽ നിന്നാണ് പല അസുഖങ്ങളും വരാം. ചുണ്ടൊക്കെ പൊട്ടിയിട്ടൊക്കെ ഇറങ്ങാറൊക്കെ. അതുകൊണ്ട് നമ്മൾ മേലക്കനെ കയറാം. പിന്നെ ചിലപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കുള്ളൂ. ഓക്കെ ഗൈസ്, ഇന്ന് നമ്മൾ ടെൻ്റ് അടിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫസ്റ്റ് ടെൻറ്റിങ് ഇവിടെ ആപ്പിൾ തോട്ടത്തിനുള്ളിലാണ് ടെൻ്റ് അടിക്കുന്നത്. ഇവിടെ ടെൻ്റ് അടിക്കുന്നത്. പിന്നെ നദിയത്തെ വെള്ളം മോശമായതുകൊണ്ട് ഇവിടെ ഒരു ടാങ്കി ഉണ്ട്. അപ്പോൾ ടാങ്കിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം എടുക്കാമെന്ന് പറഞ്ഞു. കുടിക്കാൻ പാടില്ല, കുളിക്കാനുള്ള വെള്ളം എടുക്കാറുണ്ട്. നദിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം തന്നെയാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി ക്ലീനാണ്. അപ്പോൾ അതുമായി അപ്പോൾ ഒന്ന് ഇവിടെയാണ് സ്റ്റേ ഗൈസ്, ഈ ആപ്പിൾ തോട്ടത്തിൽ. ഓനെ പൊളിച്ച്. അങ്ങനെ ഗൈസ് നമ്മളിവിടെ ടെൻ്റ് അടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഫസ്റ്റ് ടെൻ്റ് പോലെ വിഷയ സ്ഥലം, നല്ല മനുഷ്യന്മാർ, ഇങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടി. അങ്ങനെ ഗൈസ് ടെൻ്റൊക്കെ സെറ്റാക്കി. ഇതാണ് ടെൻറ്റിനുള്ളിലെ അവസ്ഥ. ഫുൾ സാധനങ്ങളോട് തരണം, എനിക്ക് എടുക്കാൻ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ് ഇത് വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നേരെ പോയി കുളിക്കണം, കുറേ എഡിറ്റ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങണം. ജസ്റ്റ് ഗൈസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അയ്യോ അവിടെ ഒരു പട്ടിക്കുട്ടി, അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട്. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ.